ഹലോ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഇന്ന് വരയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു പേന കൊണ്ടാണ്. ഒരു ഒരു പെൺകുട്ടീനെയാണ് വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒരു റഫ് അല്ലെങ്കിൽ ഒരു ഫ്രീ ഹാൻഡ് ഡ്രോയിങ് ആണ് ഉദ്ദേശിക്കുന്നത്. സോ മൈ ഫസ്റ്റ് സെൻറ്റൻസ് പ്രാക്ടീസ് ചെയ്യുക. ഞാൻ പെൻസിൽ ഡ്രോയിങ് അല്ല ഞാൻ ചെയ്തുകൊണ്ട്, ഇപ്പോൾ പേനയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം ഞാൻ വരയ്ക്കുമ്പോൾ കളർ പെൻസിൽ കൊണ്ട് വരയ്ക്കും. അതായത് സാധാ പെൻസിലല്ല, കളർ പെൻസിൽ കൊണ്ട് തന്നെ ഓരോ ഭാഗങ്ങൾ ഷെയ്ഡ് ബ്ലാക്ക് എടുത്തിട്ട് ഹെയർ വരയ്ക്കും. മറ്റേ സ്കിൻ കളർ എടുത്തിട്ട് സ്കിന്ന് വരച്ച് പോകും. അങ്ങനെ അതായത് നമ്മുടെ 10B യൂസ് ചെയ്യുന്നില്ല എന്ന് തന്നെയാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് കേട്ടോ. പിന്നെ അതുകൂടാതെ നമ്മൾ ആനിമേഷൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇത് ചെയ്യുന്നുണ്ട്, പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ തന്നെ പറയാൻ പാടുള്ളൂ. വി ആർ സ്റ്റുഡൻസ്. ഞാൻ ഒരു റഫ് ഇത് പറഞ്ഞില്ല കേട്ടോ. പിന്നെ നമ്മുടെ ഈ ഡ്രോയിങ് ഒക്കെ ആരെങ്കിലും ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ചെറിയൊരു മോട്ടിവേഷൻ ആവും എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ. പിന്നെ ഇപ്പോൾ കണ്ണിൻ്റെ ഒരു സൈഡായതുകൊണ്ട് ഒരു മിനിറ്റ്, എനിക്ക് പറയാനുള്ള വെച്ചാൽ ഞാനിപ്പോൾ വാട്ടർ കളറുകൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അടുത്ത പ്രാവശ്യം ഞാൻ ഒരു വാട്ടർ കളറിന് ബേസ് ചെയ്ത ഒരു വീഡിയോ ആണ് ഇടാൻ ആഗ്രഹിക്കുന്നത്. ബിഗിനേഴ്സിൻ്റെ കാര്യമാണ് എപ്പോഴും ഞാൻ സ്പെസിഫൈ ചെയ്യേണ്ടത് കേട്ടോ. കാരണം ഞാനൊരു ബിഗിനർ തന്നെ ആയതുകൊണ്ടാണ് അങ്ങനെ ഞാൻ പറയുന്നത്. പിന്നെ ഞാനിങ്ങനെ ആലോചിക്കുന്നത്, നമ്മൾ റിയലായിട്ടുള്ള റെഫറൻസുകൾ ഫോക്കസ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ ഈ കഴിഞ്ഞ ദിവസം കുറച്ച് ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നേ. ആ ട്രാവലിങ്ങിനിടയിൽ കുറേ ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ പൂക്കളുടെ, ഇലകളുടെ, മരങ്ങളുടെ, അങ്ങനെ ചെറിയ ചെറിയ കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. അത് ഞാൻ കറക്റ്റായിട്ട് വരച്ച് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളത് നോക്കണേ. നമ്മൾ ഇഷ്ടംപോലെ വെബ്സൈറ്റ് ഇഷ്ടംപോലെ ഫോട്ടോസ് ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ നമ്മളെടുത്ത് എന്നിട്ട് അത് വെച്ച് പ്രാക്ടീസ് ചെയ്യുമ്പോൾ അത് വേറൊരു ഫീലാണ് കേട്ടോ. അത് ആരെങ്കിലും ഒക്കെ അങ്ങനെ ട്രൈ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ. താല്പര്യമുണ്ടെന്നല്ല, ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഉള്ളിലൊരു ഓട്ടോമാറ്റിക് ഒരു അപ്ഡേഷൻ, അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു ഹയർ തിങ്കിങ്ങിലേക്ക് നമ്മൾ വരും. നമ്മൾ ക്രിയേറ്റിവിറ്റി അന്വേഷിച്ച് കിടക്കുന്ന ആൾക്കാരെ അങ്ങനെ ചെയ്യുള്ളൂ. അതായത് നമ്മൾ റിയൽ ലൈഫിലെ കുറേ ക്യാരക്ടേഴ്സ് എടുത്തിട്ട് അത് കാർട്ടൂൺ ആക്കണം, അതേപോലെ അത് ട്രേസ് ചെയ്ത് ഇടുകയും അങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു വ്യക്തി തന്നെ ആയിക്കൊണ്ടെന്നില്ല കേട്ടോ. ഞാൻ പറയണത് ഇഷ്ടം പോലെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മരങ്ങൾ, പിന്നെ പട്ടി, പൂച്ച, അങ്ങനെ പല മൃഗങ്ങളുടെ കുറേ ഫോട്ടോസ് എടുത്തിട്ട് അത് വരച്ച് ഏകദേശം അത് ഷെയ്ഡ് ചെയ്ത് കറക്റ്റ് വെക്കുക. ഇതൊക്കെ ഒരു പാർട്ട് ഓഫ് ആർട്ടാണ്. അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് ഫോക്കസ് ചെയ്യണമെന്നാണ് ഞാൻ പറയണത് കേട്ടോ. നമ്മൾ ഒരേ ഇത് തന്നെ പെൻസിൽ ഡ്രോയിങ് തന്നെ ഇരിക്കരുതെന്നാണ് ഞാൻ സ്പെസിഫൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. കുറച്ച് വാട്ടർ കളർ യൂസ് ചെയ്യുക. ഇനി അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ ഓയിൽ പെയിൻറ്റ്സ്, ക്യാൻവാസിൽ പെയിൻറ്റ് ചെയ്യുക. അങ്ങനെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ അപ്ഗ്രേഡ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ പറയുന്നത് കേട്ടോ. അത് ഒരേ ഇത് തന്നെ ഇരിക്കരുത്. അപ്പോൾ നമ്മൾ മാറ്റങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡ് ഒരിക്കലും കോൺസ്റ്റൻ്റായിട്ട് നിൽക്കില്ല. എപ്പോഴും ഇങ്ങനെ തോട്ട്സുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മളത് മാറണമെന്നുണ്ടെങ്കിൽ പുതിയ കാര്യങ്ങൾ പഠിക്കണം എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞത്, ഇത് എനിക്ക് ഉണ്ടായ കുറേ അനുഭവങ്ങൾ വെച്ചിട്ടൊക്കെയാണ് ഞാൻ പറയണത്. അതായത് നമ്മൾ ഫേസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ, നമ്മൾ ഒരേ ചെയറിൽ തന്നെ ഇരിക്കുമ്പോൾ ഒരു ബോറായി മാറും. നമ്മൾ നേരെ കുറച്ച് ഒന്ന് നടന്ന് കുറച്ച് വേറെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ആലോചിച്ച് പിന്നെ വന്നിരിക്കുമ്പോൾ ആ റിഫ്രഷ്മെൻറ്റ് കിട്ടും. സോ അപ്പോൾ നമുക്ക് കുറേ കൂടി അതിലേക്ക് ഇൻവോൾവ്മെൻറ്റ് കിട്ടുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാനങ്ങനെ ട്രൈ ചെയ്തിട്ട് എനിക്കങ്ങനെ നല്ലത് തോന്നിയിട്ടുണ്ട്. അതാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് കേട്ടോ. ഞാനിപ്പോൾ പേന കൊണ്ട് ഏകദേശം ഒരു സൈഡ് ലുക്കാണ് ഉദ്ദേശിക്കുന്നത്, അത്രയേ ഉള്ളൂ. പിന്നെ എനിക്ക് പറയാനുള്ള വെച്ചാൽ, നമ്മൾ ഇടയ്ക്ക് ട്രാവൽ ചെയ്യണം. വീക്ക്ലി ഒരു 1 to 2 3 to 4 ടൈംസ് എങ്കിലും നമ്മൾ കുറച്ച് ദൂരെങ്കിൽ സഞ്ചരിക്കണം. അത് നമ്മൾ പോകാത്ത വഴികളിലൂടെ ജസ്റ്റ് സഞ്ചരിക്കുക. കാരണം നമ്മൾ കുറേ സ്ഥലങ്ങൾ നമ്മൾ മിസ് ചെയ്യും. എന്നാൽ മിസ് ചെയ്യുന്ന പറഞ്ഞാൽ ആ സ്ഥലം കണ്ടില്ലായിരുന്നെങ്കിലോ എന്നുള്ള ഒരു ടെൻഷൻ വന്നു പോകും. കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ ട്രാവൽ ചെയ്തപ്പോൾ ഒരു ഫോറസ്റ്റ് ഏരിയയുടെ സൈഡിൽ കൂടിയാണ് പോയത്. അത് വലിയ മരങ്ങൾ കൊണ്ട് കംപ്ലീറ്റും റോഡാകെ ഇരുട്ട് കുത്തി കിടക്കുന്ന ഒരു സ്ഥലമായിരുന്നു. നമ്മുടെ എന്താ പറയുക, പീച്ചി ഡാമിൻ്റെ ആ സൈഡിലേക്കാണ് പോകുന്നത് ഞാൻ. അപ്പോൾ അവിടെ ഭയങ്കര എപ്പോഴും ഒരു ഈവനിങ് ഫീലാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ കുറച്ച് മരങ്ങളുടെയൊക്കെ ഫോട്ടോസ് എടുത്ത്, അതായത് ഡാർക്ക് ലീഫും പിന്നെ ആ പരിസരമൊക്കെ കൂടി മിക്സ് ചെയ്ത ഒരു ഡാർക്ക് പോലെ ഫീൽ ചെയ്യും ആ ഒരു മരങ്ങളുടെ ലുക്ക്.
അപ്പോൾ അതിൻ്റെ ഫോട്ടോസ് എടുത്ത് നമ്മൾ ചെറുതായിട്ടൊന്ന് വാട്ടർ കളർ നോക്കുന്നത് എനിക്കൊരു ഹാപ്പിനെസ് കിട്ടും. കാരണം ഞാനാണല്ലോ അത് എന്താ പറയുക ആ വഴിയിലൂടെ സഞ്ചരിച്ച് അതുകൊണ്ട് നിങ്ങളതുപോലെ ഇടയ്ക്ക് അപ്പോൾ ആരാ എൻ്റെ വീഡിയോസ് കാണുമെന്ന് അറിയില്ല, പക്ഷെ എന്നാലും അവരോട് പറഞ്ഞ ഇൻഡിപെൻഡൻ്റ് ആണ്, അതിനെ കുറച്ച് ഫ്രീ ആയിട്ട് നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇടയ്ക്കൊന്ന് ഒറ്റയ്ക്ക് സഞ്ചരിക്കുക എന്നുള്ളത് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് കാര്യമാണ് കേട്ടോ. വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ മൈൻഡ് ഭയങ്കരമായിട്ട് റിഫ്രഷ് ആവും. ഭയങ്കര പുതിയ പുതിയ കാഴ്ചകൾ കാണുമ്പോൾ നമുക്കൊരു ഭയങ്കര എന്താ പറയുക ഒരു ഫ്ലോ ഓഫ് എനർജി നമ്മുടെ ഉള്ളിൽ വരുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാനങ്ങനെ ട്രൈ ചെയ്ത് എനിക്കത് ഫീൽ ചെയ്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഇത് നമ്മൾ എന്താ പറയുക കണ്ടമാനം ലോങ് ട്രിപ്പല്ല ഉദ്ദേശിക്കുന്നത്, കണ്ടമാനം ടൈം ട്രാവൽ ചെയ്യാനല്ല. മാക്സിമം ഒരു 40 to 50 അല്ലെങ്കിൽ 60 കിലോമീറ്റേഴ്സ് ആ ചുറ്റുകൾ കാണാത്ത സ്ഥലങ്ങളുണ്ടെങ്കിൽ അതൊക്കെ കാണുക എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് കേട്ടോ. ഇത് ഞാൻ എൻ്റെ വർക്കിൻ്റെ ഭാഗമായിട്ട് സഞ്ചരിക്കുന്നതാണ് കേട്ടോ. പിന്നെ അതേപോലെ വീട്ടിൽ കുറച്ച് ഇൻഡോർ ചെടികൾ അല്ലെങ്കിൽ സ്പേസ് ഉണ്ടെങ്കിൽ കുറച്ച് ചെടികൾ, പൂക്കളായിക്കോട്ടെ വെജിറ്റബിൾ ആയിക്കോട്ടെ, നമ്മുടെ വീട്ടിൽ കുറച്ചൊരു എന്താ പറയുക ഒരു സ്പേസ് അങ്ങനത്തെ ഇതിനും കൂടി കൊടുക്കണം എന്നാണ് ഞാൻ സജസ്റ്റ് ചെയ്യണം കേട്ടോ. അത് നമുക്ക് ഭയങ്കര എനർജിയും കൂടി ആയിരിക്കും. കുറച്ച് ഭയങ്കര ഇതായിട്ട് റിലാക്സ്ഡ് ആയിട്ട് പോയി കുറച്ച് നേരം അതിലേക്ക് നോക്കുമ്പോൾ നമുക്ക് റിലാക്സ്ഡ് ആയി. ഇപ്പോൾ പ്രത്യേകിച്ച് ഈ മീനൊക്കെ സെറ്റ് ചെയ്തിട്ടേക്കാം. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക, അതിനുവേണ്ടി സമയം കണ്ടെത്തുക. പിന്നെ അതൊരു ടൈം പാസ് പോലെ നമ്മൾ കാണരുത് എൻ്റെ അഭിപ്രായത്തിൽ. കാരണം എന്നോട് ചില കൂട്ടുകാരന്മാർ പറയാറുണ്ട്, എന്താ പറയുക, എനിക്ക് ഇനി ഇൻഡിപെൻഡൻ്റ് ആയിട്ടൊന്ന് വർക്ക് ചെയ്താൽ കൊള്ളാമെന്നൊക്കെ. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ആത്മാർത്ഥതയോടെ എടുക്കുകയാണെങ്കിൽ അത് അവരുടെ ഡ്രീമിൻ്റെ കണക്ട് ചെയ്ത് നിൽക്കുന്ന, അല്ലെങ്കിൽ അവർക്ക് എത്ര ചെയ്താലും മടുക്കാത്ത ഒരു സംഭവം ഉണ്ടാവും. അതായത് നമ്മളിപ്പോൾ എനിക്കിപ്പോൾ ഡ്രോയിങ് എത്ര ചെയ്താലും അങ്ങനെ മടുപ്പുമല്ല. കാരണം നമുക്ക് ഇൻട്രസ്റ്റോടെ ചെയ്യാനാണ്, ഭയങ്കര ഒരു ഇൻട്രസ്റ്റോടെ ഉള്ളിലുള്ള കൊണ്ടാണ്, ചെറുപ്പം മുതലുള്ള ഇൻട്രസ്റ്റ് കൊണ്ട് നമ്മളതങ്ങ് നിർത്തണേണ്. അപ്പോൾ അതേപോലത്തെ എന്തെങ്കിലുമൊക്കെ ഒരു ഐഡിയ അവരുടെ ഉള്ളിൽ വരികയാണെങ്കിൽ ഡെഫിനറ്റായിട്ടും അത് സക്സസ് ആവുമെന്നാണ് എനിക്ക് തോന്നിയേക്കണം കേട്ടോ. കാരണം അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ റിലാക്സ്ഡ്, അല്ലെങ്കിൽ നമ്മൾ മതി ഇനി கொஞ்ச നാളെ ചെയ്യാം അങ്ങനത്തെ മൈൻഡിലല്ലാതെ തന്നെ ചില പാഷനായിട്ട് വരുന്ന ഇതുണ്ടെങ്കിൽ നമ്മളത് ഫോക്കസ് ചെയ്താൽ ഉറപ്പായിട്ട് നമുക്ക് വിജയിക്കാൻ പറ്റും. കാരണം അതിൽ നമ്മൾ കണ്ടമാനം സമയം നമ്മൾ സ്പെൻഡ് ചെയ്യും, പുതിയ ഐഡിയകൾ നമ്മൾ അതിലേക്ക് കൊണ്ടുവരാൻ നോക്കും, അത് എത്രത്തോളം ബെറ്റർ ആക്കാൻ പറ്റും നോക്കും, ഇല്ലേ? എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഞാൻ ഈ പറയണത്. അപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചാൽ ഇഷ്ടമുള്ള കാര്യങ്ങൾ ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ടും അത് വളർത്തിക്കൊണ്ടിരിക്കുക. പിന്നെ വരക്കണയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നേരത്തെയൊക്കെ വരയ്ക്കുമ്പോൾ പെൻസിൽ കൊണ്ട് വരയ്ക്കുമ്പോൾ കുറേ മായ്ക്കുമായിരുന്നു, ഭയങ്കര ഇപ്പോൾ ഞാനിങ്ങനെ ഒരു പടം കണ്ടു കഴിഞ്ഞാൽ ഞാൻ വരക്കണ എന്താണെന്ന് കുറച്ച് നേരം ഞാൻ നോക്കിയിട്ട് അതിൻ്റെ ആ പേന കൊണ്ട് വരയ്ക്കും. ഞാനിപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ ഡ്രോയിങ്ങിൽ കുറച്ചും കൂടി ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തിയാൽ കൊള്ളാമെന്നുണ്ട്. ആ മെത്തേഡാകുമ്പോൾ കുറച്ചും കൂടി നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നത്. അതായത് നമ്മൾ ഇപ്പോൾ കണ്ണിൻ്റെ അവിടെ വരയ്ക്കാൻ കണ്ണ് മാത്രം കുറച്ച് നേരം ഫോക്കസ് ചെയ്തിട്ട് പിന്നെ നമ്മളത് ആ ഒരു മാർക്കും ഷെയ്ഡും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഫിനിഷ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ വൈൻഡപ്പ് ആവാൻ സമയമായിക്കൊണ്ടിരിക്കണം. ഹാവ് എ നൈസ് ഡേ. ഹായ് ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ചെറിയ കാര്യങ്ങളിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക കേട്ടോ. ഓക്കെ, ബൈ.